അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 8 വയസ്സ് മാത്രം പ്രായമുള്ള, ശ്രദ്ധിക്കണം, 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി സുബ്ഹാനല്ലാഹ് ഒരു ഉമ്മാനെ തല്ലാൻ വന്നത്രേ. ഇന്ന് ഇവിടെ വന്ന ആളുകൾ പറഞ്ഞതാ. ഇന്ന് ഇവിടെ ചികിത്സക്ക് വന്ന ഒരു ഉമ്മ പറഞ്ഞതാ, ഉസ്താദെ 8 വയസ്സുള്ള എൻ്റെ മോൻ എന്നെ തല്ലാൻ വന്നൂന്ന്. എന്താ കാരണംന്ന് കേൾക്കണോ നിങ്ങൾ? ലഹരിയല്ല ട്ടോ. കള്ളും കഞ്ചാവും ആൻസും ഒന്നുമല്ല. ഈ മൊബൈല്. ഈ ഒരു മൊബൈൽ ഉപയോഗം കാരണം നമ്മുടെ നാടും നഗരവും വന്നെത്തിയിരിക്കുന്ന വിപത്ത് ചെറുതൊന്നുമല്ല പടച്ചോനെ. ഒരുപാട് ആളുകൾ നമ്മളോട് എപ്പോഴും പറയുന്നതാണ്, ഉസ്താദേ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, മൊബൈൽ അഡിക്ഷൻ മാറാൻ എപ്പോഴും പറയും. കാരണം ഇന്നത്തെ തലമുറ മുഴുവൻ മൊബൈൽ അഡിക്ഷനാണ്. മക്കൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ മൊബൈൽ കൊടുക്കണം അല്ലേ? എന്നാലേ അവർ കഴിക്കുള്ളൂ. മക്കളിരുന്ന് പഠിക്കണമെങ്കിൽ മൊബൈൽ കയ്യിൽ വേണം. അതുപോലെ തന്നെ മക്കൾ അടങ്ങിയിരിക്കണമെങ്കിൽ എല്ലാത്തിനും മൊബൈൽ ഫോൺ. ഒരു സമയത്ത് നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി കൊടുത്തതായിരിക്കാം. മക്കളൊന്ന് കുറച്ച് നേരം അടങ്ങിയിരുന്ന് നമ്മളെ പണിയൊക്കെ തീരുമല്ലോ, അല്ലെങ്കിൽ മക്കളൊന്ന് ഭക്ഷണം കഴിച്ച് കിട്ടണമെങ്കിൽ ഇത് കാണിച്ചു കൊടുത്താൽ കിട്ടുമല്ലോ, കൊടുക്കുമല്ലോ, ഭക്ഷണം കഴിക്കുമല്ലോ. ഇങ്ങനെ നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കി വെച്ച ഒരു മുസീബത്തിലാണ് നമ്മുടെ മക്കൾ പോയി അകപ്പെട്ടിട്ടുള്ളത്. ഇന്ന് അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ അവരതിന് അഡിക്ഷനായി മാറിക്കഴിഞ്ഞു. അള്ളാഹു നമ്മളെ മക്കളെയും നമ്മളെയൊക്കെ കാക്കട്ടെ. അതേപോലെ നമ്മൾ കേൾക്കുന്നതാണ് എന്ത്, ഭർത്താക്കന്മാരും പണിയൊക്കെ കഴിഞ്ഞ് പെരീക്കണ്ട് വന്നാൽ ഈ ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേ കുത്തിർക്കും. ഒന്ന് വർത്താനം പറയാനോ, ഒരുമിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിക്കാനോ, ഇന്നത്തെ അനുഭവങ്ങളോ എന്തെങ്കിലും ഒരു പൊതുവിശേഷങ്ങളോ ഒന്നും പറയാനില്ല. മൊബൈൽ. എന്നാൽ അത്യാവശ്യത്തിന് നിന്ന് ഈ സാധനം ഇല്ലാതെ പറ്റൂല, അങ്ങനെയാണല്ലോ. ഏതായാലും ഒരു പരിധിയിൽ കൂടുതൽ എന്തും വിഷമാണ്, അമൃതം വിഷമാണ് പരിധിയിൽ കൂടുതലായാൽ. എന്നതുപോലെയാണ് അമിതമായ ഉപയോഗം വലിയ വിപത്തുകൾ കൊണ്ടെത്തിക്കും. ഇൻഷാ അല്ലാഹ് ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, മൊബൈൽ അഡിക്ഷൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അമല് പറയാൻ വേണ്ടിയിട്ടാണ് പാവപ്പെട്ട വിനീതൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു മൊബൈൽ അഡിക്ഷൻ മാറ്റുക എന്നത് മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശം. നമ്മുടെ മക്കളൊരു നേരായ മാർഗത്തിലേക്ക് എത്താൻ കൂടി ഈ അമല് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമല് കാണുന്ന, ഇത് ചെയ്യാൻ ആഗ്രഹിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അള്ളാഹു വലിയ ഖൈറും ബറക്കത്തും നൽകി അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂവണിയിച്ച് തരട്ടെ ഇൻഷാ അല്ലാഹ്. അമല് വളരെ സിമ്പിളാണ്. ഒരു രാത്രിയാണ് നമുക്കിത് തുടങ്ങേണ്ടത്. എല്ലാ അമലും പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിലെ വലിയൊരു ഉദ്ദേശമാണ് നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, ഇവരുടെയൊക്കെ മൊബൈൽ അഡിക്ഷൻ ഉപയോഗം മാറിക്കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഖളാഹുൽ ഹാജത്ത് നിസ്കരിക്കൽ നമുക്ക് ഇതിൽ ഏറ്റവും അനുയോജ്യമാണ്. ഖളാഹുൽ ഹാജത്ത് നിസ്കരിച്ച് സലാം വീട്ടി പഠിച്ചവനോടൊന്നാണ് പറയാം, അല്ലാ ഞാൻ ഇന്നാലിൻ്റെ ആവശ്യത്തിനൊരു അമല് ചെയ്യാൻ പോവുകയാണ് പഠിച്ചോനെ, എല്ലാം നടത്തി കൊടുക്കണ വെച്ചാണ് പഠിച്ചോനെ, അറിയാതെ ഒരു ഇല പോലും അനങ്ങൂലെന്ന് ഞങ്ങൾക്കറിയാം. ഈ അമലിന് ഒരു ഫലം നീ തരണം റഹ്മാനെ. ഈ അമല് ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവേ ഈ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിപ്പിച്ച് തരണേ, ഈ മൊബൈൽ ഉപയോഗം നിർത്തി തരണേ. ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടാണ് തുടങ്ങിക്കോളൂ കേട്ടോ ഇൻഷാ അല്ലാഹ്. രാത്രി എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് നല്ല വെള്ളം എടുക്കുക. നല്ല ശുദ്ധമായ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുക, നമുക്കൊക്കെ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഇസ്മുണ്ട്. എന്താണ്? ലഹരി ഉപയോഗമൊക്കെ നിർത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നല്ല പവർഫുൾ ഇസ്മ. ആ ഇസ്മാണ് യാ ഹഫീലു യാ അല്ലാഹ് യാ മുഖീത്തു യാ അല്ലാഹ്. യാ ഹഫീലു യാ അല്ലാഹ് യാ മുഖീത്ത് യാ അല്ലാഹ്. ഈ ഇസ്മ 101 തവണയാണ് ചൊല്ലേണ്ടത്. ഈ ഇസ്മ രണ്ടും ഒരുമിച്ച് 101 തവണ ചൊല്ലാം, അതല്ലെങ്കിൽ ഒരെണ്ണം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരെണ്ണം ചൊല്ലാം. എന്താ ഇപ്പം ഈ പറഞ്ഞതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്?
യാ ഹഫീളു യാ അല്ലാ, യാ ഹഫീളു യാ അല്ലാ, യാ ഹഫീളു യാ അല്ലാ എന്നിങ്ങനെ 101 തവണ ചൊല്ലിയതിന് ശേഷം യാ മുഖീത്തു യാ അല്ലാ, യാ മുഖീത്തു യാ അല്ലാ. രണ്ടാമത്തത് യാ മുഖീത്തു യാ അല്ലാ എന്നുള്ളത് 101 തവണ ചൊല്ലാൻ പറ്റും. ഇനി അതല്ല, അങ്ങനെ ചൊല്ലാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരുമിച്ച് ചൊല്ലാം. എങ്ങനെ? യാ ഹഫീളു യാ മുഖീത്ത്, യാ ഹഫീളു യാ മുഖീത്ത്, യാ ഹഫീളു യാ മുഖീത്ത് ഇങ്ങനെയും ചൊല്ലാം. ഏറ്റവും നല്ലത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യാ ഹഫീളു യാ അല്ലാ, യാ മുഖീത്തു യാ അല്ലാ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് ആ വെള്ളത്തിനടുത്ത് ചുണ്ട് വെച്ചിട്ട് ഈ ഇസ്മ 101 തവണ ചൊല്ലുക. ശേഷം വളരെ പ്രധാനപ്പെട്ട മനസ്സിന് ശാന്തത വരാനും മനസ്സിൽ നിന്നും വേണ്ടാത്ത ചിന്തകളൊക്കെ മാറാനും ബുദ്ധിമുട്ടുകൾ മാറാനുമുള്ള അള്ളാഹുവിൻ്റെ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് എന്താണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക്. ആ സൂറത്ത് അറിയില്ല എല്ലാവർക്കും? അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് ഇൻഷാ അള്ളാഹ് ഒരു 7 തവണ ഈ വെള്ളത്തിലൊന്നാണ് മന്ത്രിച്ച് അങ്ങോട്ട് ഊതുക ഇൻഷാ അള്ളാഹ്. മറന്നിട്ടില്ലല്ലോ പറഞ്ഞത്? ആ ഇസ്മ യാ ഹഫീളു യാ അള്ളാഹ്, യാ മുഖീത്ത് യാ അള്ളാഹ്. ശേഷം അലം നശ്റഹ് സൂറത്ത് ഒരു 7 തവണ ഈ വെള്ളത്തിലേക്ക് ഊതിയ ശേഷം കുട്ടികളാണെങ്കിൽ രാവിലെ എണീച്ച ഉടനെ ഈ വെള്ളം ആ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക. മനസ്സിലായോ? ഈ വെള്ളം മുതിർന്നവർക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മൊബൈൽ അഡിക്ഷൻ മാറാൻ വേണ്ടി വലിയ ഭർത്താക്കന്മാർക്കും ആങ്ങളാർക്കൊക്കെ നിങ്ങളിത് ചെയ്ത് കൊടുത്ത് ഓരിത് കുടിക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഭാര്യമാർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓര് പറയും ഇജ്ജ പോയാൽ എൻ്റെ പണിയൊക്കെ അറിയും. ഓർക്കൊന്നും കുടിക്കാൻ കൊടുത്താൽ ഒരു സമ്മതിക്കൂല. അപ്പോൾ ഓരറിയാതെ വേണം അത് കുടിപ്പിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ചായ ഉണ്ടാക്കി കൊടുക്കാം മുതിർന്നവർക്ക്. കുട്ടികൾക്ക് വെറും വയറ്റിൽ എന്ത് ചെയ്യുക? രാവിലെ എണീച്ചിട്ട് സാധാ വെള്ളം കൊടുക്കാം. ഈ രാത്രി നമ്മളിത് ഓതി കഴിഞ്ഞതിന് ശേഷം ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ. അതെന്താ നിങ്ങൾ ഈ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ച് മൂടി വെച്ചതിന് ശേഷം വരിക. വന്നിട്ട് ഈ കിടക്കുന്ന കുട്ടിയുടെ തലയുടെ അടുത്ത് വന്നിട്ട് പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്. യാ റഷീദ് യാ അള്ളാഹ്, നേർവഴി കാണിക്കുന്നവനെ എന്നാണ് ആ പറയുന്നത്. മക്കൾ അടുത്തിരുന്നിട്ട് തലൻ്റെ ഭാഗത്തിരുന്നിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുടെ പോലെ അള്ളാഹ് എൻ്റെ കുട്ടിക്ക് നല്ല സന്മാർഗം കാണിച്ചു കൊടുക്കണം. അള്ളാഹ് നേരായ വഴി തിരഞ്ഞെടുക്കാൻ, നേരായ വഴിയിലൂടെ സഞ്ചരിക്കാനും എൻ്റെ മകന് നീ വലിയ തൗഫീഖ് കൊടുക്കണേ അള്ളാ എന്ന് പറഞ്ഞിട്ട് യാ റഷീദു യാ അള്ളാ, യാ റഷീദു യാ അള്ളാ അതെന്ത് ചെയ്യുക? ചൊല്ലിയിട്ട് തലയിൽ ഊതി കൊടുക്കുക. ഏറ്റവും കുറഞ്ഞത് 11 തവണയെങ്കിലും ഈ ഇസ്മ ചൊല്ലണം. അപ്പം ഞാൻ എല്ലാവരും കൂടി 11 തവണ ഉണ്ട് ഉറപ്പിച്ച് ചെല്ലണ്ട. ഏറ്റവും കുറഞ്ഞത് സാഹചര്യം അനുകൂലമല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത് 11. സാഹചര്യം അനുകൂലമാണ്, ഒരു കുഴപ്പമില്ല, മക്കൾ ഉണരൂല എന്നുണ്ടെങ്കിൽ ഒരു 101 ചൊല്ലാം, നല്ലതാണ്. എന്നിട്ട് അവരെ തലയിൽ അത് ഊതി കൊടുക്കുക. ഇൻഷാ അള്ളാ ഈ ചൊല്ലി ഊതിയതിൻ്റെയും ഈ മന്ത്രിച്ചൂതി കൊടുക്കുന്ന വെള്ളത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് പതിയെ 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 മക്കൾ പതിയെ ആ ഒരു ഇതിൽ പ്രവണത മൊബൈൽ അഡിക്ഷൻ നിന്നും പതിയെ 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 മാറി 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 വന്നോളും. അപ്പോൾ ചോദിക്കും, ഓ ഇങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ ഇതൊക്കെ നടക്കുമോയെന്ന്. എന്താ നടക്കായി? തീ ഇങ്ങനെ കത്തണ തീയിനെ ഐസാക്കി കൊടുത്തില്ല അള്ളാഹു ഇബ്രാഹിം നബിക്ക്? അതിലും വലുതൊന്നല്ലത് ആണോ? തിമ്മിങ്കലത്തിൻ്റെ വായൻ്റെ ഉള്ളിൽ കുടുങ്ങിയില്ലേ? യൂനുസ് നബിയല്ലേ കുടുങ്ങിയത്? തിമ്മിങ്കലത്തിൻ്റെ വായൻ്റെ ഉള്ളിൽ കുടുങ്ങി എത്ര ദിവസം കുടുങ്ങിയിരുന്നു. അവിടെ നിന്ന് കഴിച്ചിലായി പോകുന്നില്ല ജീവനോടെ. ഇതൊക്കെ പടച്ചോൻ്റെ അത്ഭുതമാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്തു കൊടുത്തോളി. അള്ളാൻ്റെ അത്ഭുതം നിങ്ങൾക്കും റബ്ബ് കാണിച്ചു തരട്ടെ ഇൻഷാ അള്ളാ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്ര ദിവസം എന്നില്ല, 1, 2, 3 ദിവസമൊക്കെ ചെയ്തിട്ട് ഫലമില്ല എന്ന് പറയരുത്. കുറേ ദിവസമാണ് ചെയ്ത് കൊടുക്കുക. വലിയ പണിയൊന്നുമില്ലല്ലോ, വലിയ ഇടങ്ങൾ പിടിച്ച പണിയൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള അമലല്ലേ. എവിടെയും പോകണ്ട, മൂല്യന്മാരടുത്ത് പോകണ്ട, തങ്ങന്മാരടുത്ത് പോകണ്ട, പണിക്കന്മാരടുത്ത് പോകണ്ട, എവിടെയും പോകണ്ട. പേരൻ്റെ ഉള്ളിൽ കുത്തുന്നത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു അമലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത്. അത് ഉസ്താദെ 7 ദിവസം ചെയ്താൽ പോരേ എന്ന് ചോദിക്കണ്ട ഇനി കേട്ടോ.
അത് കുറച്ച് ദിവസം തുടർച്ചയായിട്ടാണ് ചെയ്തോളൂ നിങ്ങൾ. ഇൻഷാ അല്ലാ പതിയെ 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 ഓരോ സ്വഭാവം മാറി 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 വന്നോളും. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, മൊബൈൽ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കരുത്. കൂടുതലും അവസരങ്ങൾ നമ്മൾ ഒരു കാരണം കൂടി വേണമല്ലോ. അപ്പം അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ മുന്നിൽ എപ്പോഴും മൊബൈൽ വെച്ച് കൊടുക്കല്ലേ. അത് നല്ല രസം ഉണ്ടാവും എന്നാൽ. ഏതായാലും അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരട്ടെ ഇൻഷാ അല്ലാ. അമലുകൾ ഒരുപാട് പറയാനുണ്ട്, സമയക്കുറവ് കൊണ്ടും തിരക്ക് കൊണ്ടൊക്കെയാണ് പറയാത്തത്. അള്ളാഹു പറയാനും കേൾക്കാനും അത് അനുഭവിച്ചറിയാനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ. നിങ്ങൾ ദുആ ചെയ്യ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.